നമസ്കാരം. കേരളത്തിലെ കാടുകളിൽ ജീവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം വനമന്ത്രി A.K. ശശീന്ദ്രൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഈ അടുത്ത് പുറത്തു വന്ന കണക്ക് പ്രകാരം വയനാട് ഉൾപ്പെടുന്ന നീലഗിരി ജൈവമണ്ഡലത്തിൽ 2023 246 കഴുകന്മാരെ കണ്ടെത്തിയത് ഇക്കൊല്ലം 3201 എണ്ണമായി പെരുകിയിട്ടുണ്ട്. ഒട്ടുമിക്ക ജീവികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. എന്നാൽ ജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വനത്തിന്റെ വിസ്തൃതി കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ വനത്തിന് സമീപത്തെ പ്രദേശങ്ങളിലേക്ക് വന്യജീവികൾ ഇറങ്ങുന്നതും കൂടിയിട്ടുണ്ട്. ഇത് ഇത്തരം പ്രദേശങ്ങളിലെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭീതിയും ആശങ്കയും ചില്ലറയല്ല. വയനാട്ടിലെ മാനന്തവാടി പട്ടണത്തിൽ കാട്ടാന ഇറങ്ങി മണിക്കൂറുകളോളം ഭീതി പരത്തുന്നിടം വരെ എത്തിയിരിക്കുന്നു. മാനന്തവാടിയിലും പരിസരങ്ങളിലും കരടി ദിവസങ്ങളോളം കാടിറങ്ങി നടന്ന് വനത്തിലേക്ക് കയറിപ്പോയിട്ട് അധികമായിട്ടില്ല. ബത്തേരിക്കടുത്ത് വാക്കീരിയിൽ വയലിൽ പുല്ലരിയാൻ പോയിട്ടുള്ള ക്ഷീരകർഷകൻ പ്രജീഷിനെ കടുവ കൊന്നത് കഴിഞ്ഞ ഡിസംബറിലാണ്. വയനാട് പ്രജീഷ് അടക്കം 7 പേരാണ് കഴിഞ്ഞ 8 വർഷത്തിനിടെ പുലിയുടെ ആക്രമണത്തിൽ മരിച്ചത്. കാട്ടുപോത്ത് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും പതിവായിരിക്കുന്നു. കോട്ടയം എരുമേലിയിൽ 2 പേരും, കൊല്ലം ചടയമംഗലത്ത് ഒരാളും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ചത് കഴിഞ്ഞ വർഷം തന്നെയാണ്. മെയ് 19 കാട്ടുപന്നിയുടെ ആക്രമണം വനമേഖലകളോട് ചേർന്ന പ്രദേശങ്ങളിൽ കർഷകരുടെ നിത്യഭയമായിട്ടുണ്ട്. വനത്തിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പട്ടണ പ്രദേശങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ എത്തിച്ചേരാമെന്നതാണ് മാനന്തവാടിയിലെ ആനയിറക്കം നൽകുന്ന സൂചന. വന്യജീവികളുടെ എണ്ണം നിയന്ത്രിച്ചാലേ അവയുടെ ആക്രമണങ്ങൾ കുറയ്ക്കാൻ സാധിക്കൂ എന്നാണ് വനം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ഈ എണ്ണപ്പെരുപ്പത്തിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി നിർണയിക്കുകയും പാരിസ്ഥിതികമായി അഭിസംബോധന ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ അതൊരു ദീർഘകാല പദ്ധതിയായി സംഭാവന ചെയ്യാനാവൂ. മനുഷ്യജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായതിനാൽ അടിയന്തര പരിഹാരത്തെക്കുറിച്ചുള്ള ആലോചന കൂടിയേ തീരൂ. വനാതിർത്തികളിൽ കിടങ്ങ്, സൗരോർജ വേലി എന്നിവയുടെ നിർമ്മാണം ഊർജിതമാക്കണം. ഇത്തരം നടപടികൾ പലപ്പോഴും ഫയൽ കുരുക്കുകൾക്കിടയിൽ പെട്ടുപോകുന്ന അവസ്ഥയുമുണ്ട്. അതിന് മാറ്റം വരണം. സൗരവേലികളില്ലാത്ത ഭാഗങ്ങളിലൂടെയോ ചിലപ്പോൾ ഈ വേലികൾ തകർത്തോ ആനകളും മറ്റും നാട്ടിലേക്ക് കടക്കുന്നുണ്ട്. അതിന് പരിഹാരമായി ഈ വേലികൾ കൂടുതൽ വ്യാപകവും ഫലപ്രദവുമാക്കണം. ജനവാസ മേഖലയിൽ ഉറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതടക്കമുള്ള നടപടികൾക്ക് മാർഗതടസ്സങ്ങൾ നീക്കണം. മനുഷ്യജീവനേക്കാൾ വിലപ്പെട്ടതല്ല മറ്റെന്നുമെന്ന നിലപാടാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും ഒഴിച്ചുകൂടാനാകാത്തതാണ് വനമേഖലകളിലേക്കുള്ള യാത്ര. വിനോദസഞ്ചാരത്തിനും സംസ്ഥാനാന്തര യാത്രകളിലുമൊക്കെ അത് വേണ്ടി വരുന്നു. ഇത്തരം അവസരങ്ങളിൽ ആന പോലെയുള്ള ജീവികളെ കൗതുകത്തിന്റെ പേരിൽ അലോത്സരപ്പെടുത്താതിരിക്കാനുള്ള ഔചിത്യബോധം മനുഷ്യരായ നമുക്കുമുണ്ടാകണം. ബന്ദിപ്പൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസം വനപാതയിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടത്തിന്റെ പടമെടുക്കാൻ ശ്രമിച്ച 2 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ആ അനുഭവം എല്ലാവർക്കും പാഠമാകേണ്ടതാണ്. കാടുകൾക്ക് കുറുകെ മനുഷ്യൻ വിപുല പാതകൾ ഉണ്ടാക്കുന്നതും അതിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നതും തന്നെ വന്യജീവികളോട് കാട്ടുന്ന അനീതിയാണ്. കൂടാതെ അവയുടെ സൗരസഞ്ചാരങ്ങളെ അപഹസനീയമാക്കും വണ്ണം വിഘ്നപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക തന്നെ വേണം. ആനകൾ കടന്നു പോകുന്ന നിരവധി ആനത്താരകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം നിശ്ചയിച്ച വേഗം മറികടക്കുന്നതും അപകടത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പുകളുണ്ട്. എന്തായാലും മനുഷ്യർ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കാട് മൃഗങ്ങളുടെ ആവാസ സ്ഥലമാണ്. അവരുടെ ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ പ്രകോപിപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. അതാണ് കാടിനോടും മൃഗങ്ങളോടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഹായം. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുമുള്ള വോളണ്ടറി ഫോഴ്സ് രൂപീകരിക്കാനും വനപാലകരുടെ സേവനം കാര്യക്ഷമമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണം. വാർത്തയുടെ നിറം തേടി കരിനിറം.